ഹായ്, SP ടോക്സ് ഹിയർ. ദുബായിൽ നമ്മുടെ ടേക്ക് ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസം ഓഫീസിലാണ് ഉള്ളത്. ഇന്ന് നമ്മൾ ഒരു പോഡ്കാസ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം, വളരെ ചുരുക്കം ടൈമിൽ നമ്മൾ ഈ ചാനലും കാര്യങ്ങളും തുടങ്ങിയിട്ടുള്ളൂ. എന്താണ് ഇന്നത്തെ കണ്ടന്റ് അല്ലെ ബാക്കി കാര്യങ്ങളുമായിട്ട് നമുക്ക് കൂടെയുള്ളത് എന്റെ സിസ്റ്റർ ഡോക്ടർ സുഹറ പടിവിലാണ്. ഡോക്ടറോട് തന്നെ ചോദിക്കാം. അസ്സലാമു നമസ്കാരം. ഞാൻ ഡോക്ടർ സുഹറ പടുവിൽ. ഞാൻ 6 വർഷത്തോളം അബുദാബിയിൽ വർക്ക് ചെയ്യായിരുന്നു. ഇപ്പോൾ ഈജിപ്തിൽ കൈറോ യൂണിവേഴ്സിറ്റിയിൽ PG ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റേഡിയോളജിയിൽ PG ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നിവിടെ ടേക്ക് ഓഫിന്റെ ഓഫീസിൽ വെച്ചുകൊണ്ട് ഷെഫ്ഖാന്റെ കൂടെ ഷെഫ്ഖാന്റെ ചാനലിൽ ഒരു പോഡ്കാസ്റ്റ് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷം. അപ്പൊ ഷെഫ്ഖാൻ, ആദ്യമായിട്ട് ഷെഫ്ഖാന്റെ ചാനലിന്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമുക്ക് ടേക്ക് ഓഫിനെ കുറിച്ച് ഞാൻ എന്തെങ്കിലും ഒന്ന് ചോദിക്കാം. 10 വർഷമായിട്ട് ടേക്ക് ഓഫ് ഇപ്പോ UAE എല്ലാവർക്കും പരിചിതമാണ്, എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും ടേക്ക് ഓഫിന്റെ സർവീസസിനെ കുറിച്ച് ഷെഫ്ഖാൻ ഒന്ന് പറഞ്ഞു തരാം. തീർച്ചയായും സൂപ്പി മെൻഷൻ ചെയ്തതുപോലെ ടേക്ക് ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസം അൽഹംദുലില്ലാ ലാസ്റ്റ് 10 വർഷമായിട്ട് UAE മാർക്കറ്റിൽ എല്ലാവിധ സർവീസസും ലൈക്ക് വിസിറ്റ് വിസ, അതുപോലെ ഇൻബോൺ ടൂർസ്, ഔട്ട്ബോൺ ടൂർസ്, ഇൻഷുറൻസ്, അറ്റസ്റ്റേഷൻ, ഇങ്ങനെയുള്ള എല്ലാവിധ സർവീസുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇൻ അഡീഷൻ ഇപ്പോഴത്തെ നമ്മൾ മെയിൻ സൂപ്പി ഇവിടെ എന്റെ കൂടെ ഇരിക്കാനും നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റ് ചെയ്യാനുള്ള ഒരു കാരണം എന്തെന്ന് വെച്ചാൽ അത് സൂപ്പി തന്നെ പറയും തുടങ്ങിക്കോളും. വളരെ സന്തോഷം. അതായത് ടേക്ക് ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസത്തിൽ നിന്നും ടേക്ക് ഓഫ് എഡ്യൂക്കേഷൻ, അതായത് ടേക്ക് ഓഫ് സ്റ്റഡി അബ്രോഡ് എന്നുള്ള ഒരു സർവീസ് കൂടെ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. അതിൽ എനിക്കും കൂടെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ സർവീസ് കൂടെ, അതായത് ടേക്ക് ഓഫ് സ്റ്റഡി അബ്രോഡ് എന്നുള്ള ഒരു ആശയം കൂടെ ഇതിന്റെ കൂടെ ഉൾപ്പെടുത്താൻ എന്താണ് കാരണം? ടേക്ക് ഓഫ് സ്റ്റഡി അബ്രോഡ് എന്നുള്ള ആശയം എനിക്ക് വരാൻ കാരണം, ഇപ്പോ നമ്മുടെ ഫാമിലിയിൽ തന്നെ സൂപ്പി ഒരുപാട് നമ്മുടെ മക്കൾ, നമ്മുടെ കസിൻസ് ഒക്കെ എന്താ പറയാ പുറത്തു പോയിട്ട് അവര് MBBS അല്ലെങ്കിൽ മെഡിസിന് പോയപ്പോ അവർ അഭിമുഖീകരിച്ച ഏജന്റുമാരിൽ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും കണ്ടപ്പോ എനിക്ക് തോന്നി എന്തുകൊണ്ട് നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പേര് മിഡിൽ ഈസ്റ്റൊക്കെ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് നോക്കുന്നുണ്ട്, അവർക്ക് എന്തുകൊണ്ട് ഒരു സർവീസും കാര്യങ്ങളും ടേക്ക് ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസത്തിന്റെ അണ്ടറിൽ നമുക്കൊരു കമ്പനി തുടങ്ങിയിട്ട് കൊടുത്തുകൂടാ എന്നുള്ളത് എനിക്ക് തോന്നി. അപ്പൊ സൂപ്പി പറയും ഇപ്പൊ ഈജിപ്തും കാര്യങ്ങളിലും ഉസ്ബെക്കിസ്ഥാൻ അതുപോലെ ഇവിടെ എത്രത്തോളം ഇതിന് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് പ്രേക്ഷകരോടൊന്ന് ഷെയർ ചെയ്താലും. അതായത് നമ്മള് 2-3 രാജ്യങ്ങൾ, അതായത് ജോർജിയ, ഉസ്ബെക്കിസ്ഥാൻ, ഈജിപ്ത് മെയിൻ ആയിട്ടും അവിടങ്ങളിൽ MBBS UG പഠനം, അതുപോലെ തന്നെ ഞാനിപ്പോൾ PG ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ കൈറോ യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ PG ചെയ്തുകൊണ്ടിരിക്കുന്ന റേഡിയോളജിക്ക്. അപ്പോ മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ UAE പ്രത്യേകിച്ചും എന്റെ ഒക്കെ ആവശ്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ, എനിക്ക് പുറം രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ്, കംപ്ലീറ്റ്ലി ഫാമിലി ബേസ്ഡ് ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യല്ലായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. എനിക്ക് PG ചെയ്യുന്നു, തിരിച്ച് UAE വരുന്നു, അങ്ങനെ ഒരു ഓപ്ഷൻ ആയിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഈജിപ്ത് നല്ലൊരു ഓപ്ഷൻ ആയിട്ട് തോന്നി. അപ്പം ഞാൻ എന്റെ സുഹൃത്തുക്കൾക്കും ഞാൻ സജസ്റ്റ് ചെയ്യും എന്തെന്ന് വെച്ചാല് PG പഠനം ഈജിപ്തില്. ഇപ്പൊ ഞാനൊരു 1 ഇയർ ആയി വളരെയധികം നല്ല സാറ്റിസ്ഫൈഡ് ആണ്. കൈറോ യൂണിവേഴ്സിറ്റി റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പൊ വർക്ക് ചെയ്തെടുക്കുന്നതിൽ ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം ആ ഒരു ഓപ്പർച്യൂണിറ്റി ആർക്കും അറിയില്ല. പലരും പല രീതിയിലും ഫാമിലി ആയിട്ട് ഇവിടെ സെറ്റിൽ ആയിട്ടുള്ളവര് പല കൺട്രിയിലേക്കും മൈഗ്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ആ ഒരു കാരണം കൊണ്ട് തന്നെ GP ഡോക്ടറായിട്ട് മാത്രം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വർക്ക്. PG പഠനം എന്നുള്ളത് പിന്നീട് ഒരു പോസിബിൾ അല്ലാത്ത രീതിയിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്കൊരു 3 വർഷത്തെ ഒരു കോഴ്സാണ് MSc, അതായത് നമ്മുടെ ഇന്ത്യയിലെ കറസ്പോണ്ടിങ് MD കോഴ്സാണത്. പ്ലസ് 2 ഇയർ വേണമെങ്കിൽ അതിന്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള MD, അങ്ങനെ ഒരു 3 വർഷം അല്ലെങ്കിൽ 5 വർഷം അത് അവരുടെ ഓപ്ഷൻ അനുസരിച്ച് ചെയ്യാനുള്ള സാധ്യത ഇപ്പൊ ഉണ്ട്. അത് ബാക്കിയുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് മെയിൻ ആയിട്ടും ഉദ്ദേശിക്കുന്നത്. അപ്പൊ സൂപ്പി ഒരു 10 വർഷം മുമ്പേ MBBS ചെയ്തത് നാട്ടിൽ നിന്നാണല്ലോ. അപ്പോ ഇപ്പൊ എന്തുകൊണ്ട് പുറത്ത് ഇപ്പൊ ഒരു MBBS മെഡിസിൻ പുറത്ത് ഭയങ്കര ട്രെൻഡ് ആയിട്ടുണ്ടല്ലോ,
ഇപ്പൊ പുറം അബ്രോഡ് പോയിട്ട് MBBS ചെയ്യുന്നുള്ളത്, അത് എന്തുകൊണ്ട് MBBS പുറത്ത് എന്നുള്ളതിന് എന്താണ് സുബിക്ക് പറയാനുള്ളത് പ്രേക്ഷകരോട്? ഞാൻ 10 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എറണാകുളം അവിടെയല്ലേ MBBS പഠിച്ചത്. അന്ന് മുതലേ നമുക്കൊരു നീറ്റില് കോമ്പറ്റീഷൻ കൂടുതലാണെങ്കിൽ പോലും PGക്ക് എല്ലാ വർഷവും, അതായത് ആ ഒരു എക്സാം അത്രത്തോളം ടഫ് ആയതുകൊണ്ട് അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് ആയതുകൊണ്ട് തന്നെ കിട്ടാനുള്ള സാധ്യതകൾ ഓരോ വർഷവും കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. സെയിം ടൈം പല കുട്ടികൾക്കും ആ ഒരു പാഷൻ ഉണ്ട്. ഞാൻ ഡോക്ടർ ആവണമെന്നുള്ള പാഷനിൽ ഡോക്ടർ ആയിട്ടുള്ള ഒരാളാണ്. എന്റെ നീറ്റ് സ്കോർ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ എനിക്കൊരു ഫാമിലി കമ്പൽഷനിലൊന്നും അല്ല ഞാനൊരു ഡോക്ടർ ആയിട്ടുള്ളത്. എന്റെ പാഷൻ ഞാൻ ഫോളോ ചെയ്തു. എനിക്ക് അതാണ് എല്ലാവർക്കും വേണ്ടത്, അല്ലെങ്കിൽ അതാണ് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കേണ്ടത്. അതായത് ഇപ്പൊ ഒരു കുട്ടിക്ക് ഒരു പാഷൻ ഉണ്ട് ഡോക്ടർ ആവണമെന്നുണ്ടെങ്കിൽ, ചെറുപ്പം മുതലേ ഉള്ളൊരു സ്വപ്നമാണെന്നുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമാകാതെ പോകരുത്. ഓക്കെ, അത് നാട്ടിൽ നിന്നും ചെയ്താൽ മാത്രമേ ഡോക്ടർ ആവൂ എന്നുള്ള ഒരു ധാരണ തെറ്റാണ്. പറയാമല്ലോ എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വേൾഡ് വൈഡ് അവൈലബിൾ ആണ്. എല്ലാവർക്കും അത് ചെയ്യാനുള്ള സാധ്യതകൾ ഇപ്പൊ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ പറയും, നാട്ടിൽ തന്നെ ചെയ്താൽ പോരാ, അല്ലെങ്കിൽ പുറത്തുകൊണ്ട് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാഷനുള്ളവർ പുറത്തുപോയി ചെയ്യട്ടെ. നീറ്റ് സ്കോർ കിട്ടാത്ത പുതുതായി MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എന്തൊക്കെ ഇൻഫർമേഷനാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.